നമസ്തേ. നമ്മൾ ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് വളരെ വളരെ ബോധവാന്മാരാണ്. പരിസ്ഥിതി മലിനപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളത് നമ്മൾ കുട്ടികളെ വരെ പഠിപ്പിക്കുന്ന കുട്ടികൾ ചെറിയ പ്രായമായിരിക്കുമ്പം തന്നെ പ്രൈമറി സ്കൂളുകളിൽ തന്നെ പഠിപ്പിച്ചു വിടുന്ന ഒരു വലിയ ശാസ്ത്രമായിട്ട് പരിസ്ഥിതി ശാസ്ത്രം മാറിയിട്ടുണ്ട്. മുൻപ് ഇത്രയും വലിയ ഒരു അവബോധം നമ്മളുടെ ഇടയിൽ ഇല്ലായിരുന്നു. അഴുക്കുകൾ എവിടെ വേണമെങ്കിലും മാലിന്യങ്ങൾ എവിടെ വേണമെങ്കിലും വലിച്ചെറിയും. ഇന്നിപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേകം ആ, പരിപാടികളുണ്ട്, പ്രത്യേകം സംവിധാനങ്ങളുണ്ട്, ആ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ലംഘിക്കുന്നവർക്ക് ശിക്ഷയും കൊടുക്കുന്നുണ്ട്. പിന്നെ ആഗോള അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ, ഭൂമിയെ ഭൂമിയുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള വ്യാപകമായ ആ, പരിപാടികൾ, പദ്ധതികൾ ആഗോള ലെവലിൽ തന്നെ എടുത്തു വരുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അതിൽ പങ്കാളികളാണ്. ഭൂമിയെയും അതിൻ്റെ അന്തരീക്ഷത്തെയും മലിനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം ഇല്ലാതാകും. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടും വരികയാണ്. അതിന് ആ ഭൂമിയെയും അതിൻ്റെ അന്തരീക്ഷത്തെയും പരിസ്ഥിതിയെയുമൊക്കെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഈ പശ്ചാത്തലത്തിൽ വളരെ പണ്ടുള്ള ഒരു നിബന്ധന, ഒരു നിയമം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഊഹിച്ചു കാണും, ഇത് മനുസ്മൃതിയിലെ ശ്ലോകമാണ്. മനു ജീവിച്ചിരുന്നു പറഞ്ഞ ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് ഈ ഏറ്റവും ഇത് ശാസ്ത്രീയമായിട്ട് ആളുകൾ കണക്ക് കൂട്ടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പല തെളിവുകൾ വെച്ചിട്ട് അനുമാനിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ശരിയായിരിക്കണമെന്നില്ല. ഇതിനേക്കാൾ പഴക്കമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പിന്നെ ഈ ശാസ്ത്രീയമായിട്ടും അനുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തെളിവുകൾ അത് നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അതായത് ഇന്നേക്ക് ഒരു 3500 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയിലാണ് ഈ നിർദ്ദേശം മനു നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകണമെങ്കിൽ എത്ര കാലം നീണ്ട്, എത്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ഒരു ചരിത്രം നമ്മളുടെ നാടിനുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഭാരതത്തിൻ്റെ ചരിത്രം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ഒരു സമൂഹം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. അപ്പോൾ അതിലൊരു 3500 വർഷം മുമ്പ് ഇങ്ങനൊരു കൃതി എഴുതപ്പെടുന്നുണ്ടെങ്കിൽ അന്നത്തെ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥകളെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഇങ്ങനൊരെണ്ണം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ 3500 വർഷം മുമ്പ് ഇങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്ന മനുവിനെ നമ്മൾ ചുട്ടുകളയാൻ നമ്മൾ പോകരുത്. ഇത് ഇന്നും എന്നും പ്രസക്തമായിട്ടുള്ള ഒരു നിയമമാണ്. ഞാൻ അങ്ങനെ പറയും, നാപ്സു മൂത്രം പുരീഷം വാ സ്റ്റീവനം വാ സമുത്സൃജേത്. ന അപ്സു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, അപ്സു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, എന്ത് മൂത്രവും മലവും, പുരീഷം എന്ന് പറഞ്ഞാൽ മലവും അതുപോലെ തന്നെ തുപ്പലും, നമ്മൾ ഛർദ്ദിക്കുന്നതെല്ലാം അതിനകത്ത് വരും. ഇതൊന്നും കൊണ്ടുവന്ന് സമുത്സൃജയത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൊണ്ടുവന്ന് സമുത്സൃജയത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല, വെള്ളത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന പരിപാടി നമ്മളുടെ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ ആളുകളുടെ ഒരു സ്വഭാവമാണ്. ഒരു കക്കൂസ് മാലിന്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും തോട്ടിക്കൊണ്ടുവന്ന് ആരും കാണാതെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നവരെ പിടിക്കുന്നതായിട്ട് വാർത്തകൾ നമുക്ക് കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ആ ഒരു കാലത്ത്, ഇത്ര സംസ്കാരശൂന്യമായിട്ടുള്ള മനുഷ്യരുള്ള ഒരു കാലത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കണം. ഈ കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുകയാണ് 3500 വർഷം മുമ്പ് ഒരു ആള് പറഞ്ഞത്, വെള്ളത്തിൽ മലമൂത്രങ്ങളോ അതുപോലെ തന്നെ ഛർദി, അതായത് തുപ്പലുകളോ ഒന്നും കൊണ്ടുവന്ന് ഇട്ടേക്കരുത്, മാലിന്യം വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്നുള്ളതാണ്. അമേധ്യലിപ്തം അന്യദ്വാ,
അതായത് അമേധ്യലിപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ചേർന്ന മറ്റൊന്നും തന്നെ ഇടാൻ പാടില്ല. അതാണ് ലോഹിതം വാ വിഷാണി വാ. ലോഹിതം എന്ന് പറഞ്ഞാൽ രക്തമോ അതുപോലെ തന്നെ വിഷമോ ഒന്നും കൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കാം. വെള്ളം വളരെ ശുദ്ധമായിട്ട് വെക്കണമെന്നർത്ഥം. ഇത് നമ്മുടെ ഭാരതീയർക്ക് ഭാരതീയനായ ഒരു മുനി നൽകിയ ഉപദേശമാണ്. അപ്പോൾ അദ്ദേഹം അതിന് വിപരീതമായിട്ടുള്ള പലതും അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ഉപദേശം നൽകുന്നത്. ഇന്നും എന്നും പ്രസക്തമായ ആ ഉപദേശം മനുവിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഈ ബോധത്തിൻ്റെ ഈ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് മനുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.